സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് അത് മാത്സ് ആണോ? ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് ഒരുപാട് കുട്ടികൾക്ക് പേപ്പർ കിട്ടിയ സമയത്ത് ഒരുവിധം കുട്ടികൾക്കെല്ലാം മാർക്ക് ഏറ്റവും കുറവുള്ളത് മാത്സിലാണ്. ഇതിനെന്താ കാരണം? ബേസിക്കലി ഇത്തവണത്തെ +2+1 എക്സാം മാത്സ് അത്യാവശ്യം നല്ല ടഫായിരുന്നു. കമ്പാരിറ്റീവ്ലി എല്ലാ സബ്ജക്റ്റുകളും എടുത്ത് നോക്കുന്ന സമയത്ത് +1-ലാണെങ്കിലും +2-ലാണെങ്കിലും ഏറ്റവും ടഫായിട്ടുള്ളത് മാത്സ് ആയിരുന്നു. അപ്പോൾ മാത്സിൽ സ്വാഭാവികമായിട്ടും മാർക്ക് കുറയും. ആൻഡ് ഇതിനൊക്കെ മുമ്പേ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ സാധാരണയായിട്ട് കുട്ടികൾക്കിടയിലുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് മാത്സ് ആണെന്നുള്ളത്. ഈവൻ ടീച്ചേഴ്സ് പോലും, നമ്മളടക്കമുള്ള ടീച്ചേഴ്സ് പോലും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു, മാത്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, മാത്സിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് കിട്ടും, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആണെന്നുള്ളതാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളത് കേട്ടോ, ഭയങ്കര അത് എന്തായാലും ഫുൾ മാർക്ക് കിട്ടുമെന്നല്ല, കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളത് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ളത് മാത്സ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഇക്വേഷൻസ് ഒക്കെ ആകെ മാറി. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ടഫായിട്ടുള്ളത് മാത്സ് ആയിരുന്നു. എന്നാലും ഈ മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളെ പേഴ്സണലി എനിക്കറിയാം. അതായത് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾ, A+ ഒക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. +1-ലെ മാത്സ് ഭയങ്കര ടഫായിരുന്നു, +2-ലത്തതും ഭയങ്കര ടഫായിരുന്നു. എന്നാലും ഈ പേപ്പറുകളിൽ നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്ത ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. ആൻഡ് ഇവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതേ ടെക്സ്റ്റ് ബുക്കും അതേ ചോദ്യങ്ങളും നിങ്ങളും ചെയ്യുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല? കോമൺ ആയിട്ട് ഇവർ ഫുൾ മാർക്ക് നേടിയെന്ന് ഞാൻ പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, എനിക്കറിയാവുന്ന കുട്ടികൾ, ഇവർ ചെയ്യുന്ന കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തായാലും വരുന്ന എക്സാമുകൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേത് ടഫായിട്ടുള്ള എക്സാം ആണെങ്കിലും നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മളെല്ലാവരും ചെയ്തു വെക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടു, എന്നിട്ടും എനിക്ക് ടഫായി എക്സാം എന്നുള്ളത്. അത് സത്യത്തിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെന്നല്ലേ, അതായത് നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെക്കൊണ്ട് ഇനിയും അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്ത കാര്യത്തിനുള്ള ഒരു മാർക്ക് എന്താണോ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലിമിറ്റ് അതല്ല, നിങ്ങൾക്ക് അതിനും മേലെ അതുക്കും മീതെ നിങ്ങൾക്ക് പറന്നു വരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ മാത്സിന് ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര കണ്ടൻ്റാണ്, എനിക്ക് ഭയങ്കര ചാപ്റ്ററിലെ കണ്ടൻറ്റുകളൊക്കെ എനിക്കറിയാം, ഇക്വേഷൻസ് ഒക്കെ എനിക്കറിയാം. അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. കണ്ടൻറ്റിനേക്കാളും കൂടുതൽ കൺസെപ്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്കൊരു ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻസ് അല്ല, അതായത് നിങ്ങളുടെ കയ്യിലുള്ള കോണ്ടൻറ്റ് എന്ന് പറയുന്ന സാധനമല്ലേ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇത്തവണത്തെ എക്സാമിന് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് പഠിക്കുന്ന കുട്ടികളുടെ പേപ്പർ നോക്കിയ സമയത്ത് അവരൊക്കെ ഒരു ആൻസറിനെ അപ്രോച്ച് ചെയ്ത രീതി പല രീതിയിലും അവരൊരു ആൻസറിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ആൻസർ കിട്ടിയത് കറക്റ്റായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് അവർ വന്നത് എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ മാർക്കും അതേപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ചോദ്യത്തിന് തന്നെ പല രീതിയിൽ ഉത്തരം എഴുതാൻ പറ്റിയേക്കാം. അതായത് പ്യുവർ കൺസെപ്റ്റ് അവർക്കുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ കൺസെപ്ച്വലി പഠിക്കുക, ഒരു കാര്യത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സെറ്റാണെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് NCERT ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ തന്നെ ഈയിടെയായിട്ട് കുറേ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് NCERT ക്വസ്റ്റ്യൻ സൊല്യൂഷൻ്റെ PDF അയച്ചു കൊടുത്തിട്ടുണ്ട്. എജുപോർട്ട് ആപ്പിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ആപ്പിൽ NCERT സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് +1-ലും +2-ലും ടെക്സ്റ്റിലെ മിസലേനിയസിൽ നിന്ന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ മിസലേനിയസ് ചെയ്യണോ? തീർച്ചയായിട്ടും ഇനി നിങ്ങൾ മിസലേനിയസും എന്തായാലും ചെയ്തേ പറ്റും.
കാരണം എക്സാമിൻ്റെ പാറ്റേൺ മാറി. അപ്പോൾ നിങ്ങളിങ്ങനെ പറയൂ എക്സാമിൻ്റെ പാറ്റേൺ മാറിയതൊന്നും നമ്മൾ ഇൻഫോം ചെയ്തിട്ടില്ല, അങ്ങനെയാണ് നോക്കാം. പക്ഷേ ഇൻഫോം ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന എക്സാമുകൾ ടഫായിരിക്കും, ഇത്ര ശതമാനം ഈസി, ഇത്ര ശതമാനം മീഡിയം, ഇത്ര ശതമാനം ടഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് സോൾവ് ചെയ്യുക. എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത എക്സാമ്പിൾസ് ഉണ്ട്, അത് ചെയ്യണം. ടെക്സ്റ്റിലുള്ള എക്സസൈസുകൾ ഉണ്ട്, ഇപ്പോൾ 10.1, 10.2, 10.3 എന്നൊക്കെ പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണം. മിസലേനിയസ് എക്സാമ്പിൾസും ഉണ്ട്, മിസലേനിയസ് എക്സസൈസും ഉണ്ട്, എല്ലാം ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം. എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അതായത് ക്രിസ്മസ് എക്സാം കൂടി കഴിഞ്ഞതിന് ശേഷം അവർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ഇരുന്ന് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങൾ അവിടെ വെക്ക്. തീരെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ടഫായുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അത് ചെയ്ത് പഠിക്കുക. അത് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആ ഒരു ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഇല്ലേ, നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും അതായത് ഏത് രീതിയിൽ ചോദിച്ചാലും ചെയ്യാനുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറും. കാരണം ഓരോ ചോദ്യങ്ങളും പല രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും പല ചോദ്യങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ചോദിച്ചാലും വേറെ രീതിയിലായിരിക്കും. നിങ്ങളിപ്പോൾ ആൻസർ ചെയ്ത ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾ പഠിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ആ സാധനം വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റുകളും ക്ലിയർ ആവും. ഏത് രീതിയിൽ വന്നാലും നിങ്ങൾ ആ കൺസെപ്റ്റ് ലെവലിൽ ചിന്തിച്ച് ആൻസർ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യണമെന്ന കാര്യം ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് സാർ ഇതിൽ PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? എടാ മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 90% ക്വസ്റ്റ്യനും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ചിലതൊക്കെ വാല്യൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് ചോദ്യവും ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറുന്നുള്ളതാണ്. മിസലേനിയസ് അടക്കം ചെയ്തോ. ഓക്കെ. ആൻഡ് അടുത്ത കാര്യം റിവിഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ചെയ്ത് പഠിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? ഇല്ല, കാരണം മറന്നുപോകും, മനുഷ്യനാണ്. അപ്പം നിങ്ങൾ ആ മറക്കാത്ത രീതിയിൽ പഠിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് നിങ്ങളുടെ കപ്പാസിറ്റി എങ്ങനെ ഉണ്ടോ അനുസരിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്. മാത്സ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടല്ലോ, 2-3 മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ, ഇവരൊക്കെ ഒന്നും കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല. ഇവരൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് നടുവിൽ വരുത്തും. അതുകൊണ്ട് അവരുടെ ഫൈനൽ ആൻസർ തെറ്റും. 1 മാർക്ക് പോയേ, അങ്ങനെ 1-2 ചോദ്യത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് പോകുമല്ലോ, സ്വാഭാവികം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പകുതിയിൽ നിന്ന് സ്റ്റക്കായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറില്ലേ? അതേപോലെ തന്നെ ആൻസർ എത്തിയിട്ട് അത് തെറ്റിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവാറില്ലേ? അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാത്തത് കൊണ്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. ഒരു 1-2 തവണയെങ്കിലും ചെയ്തു നോക്കുക. പ്രത്യേകിച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ 1-2 തവണയെങ്കിലും ചെയ്തു നോക്കുക. അല്ലെങ്കിൽ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റക്കാവും, ആകെ പതറും. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്ക്. ഇത് ജെനുവിനായിട്ട് പറയുകയാണ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാത്സിന് A+ അല്ല, ഫുൾ മാർക്ക് തന്നെ കിട്ടും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യം കൂടിയാണ് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഈ കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളാണ് ഈ എക്സാമിന് വന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ലെവൽ കൂടിയ ചോദ്യങ്ങൾ കൂടിയൊക്കെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിനുള്ള ഒരു സംഭവമാണ് NCERT എക്സംപ്ലറൊക്കെ. അത് NCERT തന്നെ പുറത്തിറക്കുന്ന ഒരു സപ്ലിമെൻ്ററി മെറ്റീരിയൽ. അത് കുറച്ചുകൂടി ലെവൽ കൂടിയ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ NCERT പുറത്തിറക്കുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ചെയ്ത് പഠിച്ച് സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടി ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ. ആൻഡ് നമ്മുടെ ആപ്പിൽ കൃത്യമായിട്ട് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു സെക്ഷനൊക്കെ ഉണ്ട്. ആപ്പിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കറിയാം, ബൂസ്റ്റർ ബാച്ചിലും എല്ലാ ബാച്ചിലും ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ലെവൽ കൂടി ഈ NCERT എക്സാംപ്ലറിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഇറക്കിയത്. അത് നമ്മൾ ഇത്തവണ തുടങ്ങിയതൊന്നല്ല കേട്ടോ, കഴിഞ്ഞ തവണ എക്സാമുകളൊക്കെ ഇനി ടഫായിരിക്കും എന്നുള്ള ഒരു ധാരണയോട് കൂടി നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമുകൾ കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്തുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ്
അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ബൂസ്റ്റർ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കും എന്ന് താല്പര്യമുള്ള ആൾക്കാർ, പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം, പഠിച്ച് ഫുൾ മാർക്ക് വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ മാത്രം ശ്രമിച്ചാൽ ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടില്ല കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും എന്നുള്ളൊരു ഫേക്ക് പ്രോമിസ് ഒന്നും തരുന്നില്ല. നിങ്ങൾ കൂടി റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തരും. നമ്മൾ തന്നിട്ട് നിങ്ങൾ ചെയ്താൽ അത് നിങ്ങൾക്ക് ഫുൾ മാർക്കും നല്ല ഗ്രേഡിലേക്കും എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ജെനുവിനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാച്ചിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ബൈ.